ഈ കിടക്കുന്നതാണ് അഡ്വക്കേറ്റ് ആളൂർ. ഇന്നലെ മരിച്ചു, ഇന്നലെ പറയേണ്ടതായിരുന്നു, ഇന്ന് പറയാം. വലിയ മനുഷ്യനാണ്, അറിയപ്പെടുന്ന മനുഷ്യനാണ്. ഒരുപാട്, അതായത് അയാളുടെ ജോലിയിൽ കൃത്യനിർവഹണം ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ലാത്ത ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയ ഒരു മഹാമനുഷ്യനാണ്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. ഇന്ന് അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാർ, ഒരു 100-60% ആൾക്കാരും അദ്ദേഹത്തിന്റെ മരണത്തിൽ സന്തോഷിക്കുന്നു. കാരണം നമ്മുടെ നാട്ടില്, നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിച്ച ക്രൂരമായ ഒരുപാട് കൊലപാതകങ്ങളും ആ കൊലപാതകത്തിന് കാരണക്കാരനായ ആളെ വളരെ സിമ്പിളായിട്ട്, എന്താ പറയാ, ഈ തൂക്കുകയറിൽ നിന്നൊക്കെ ഊരിയെടുത്ത് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന മനുഷ്യനാണ്. അപ്പൊ ക്രിമിനൽസിന് അദ്ദേഹം ഒരു രാജാവാണെങ്കിലും ഈ ഇരയായവരുടെ പേരൻസിനും ഇരയായവരെ സ്നേഹിച്ച് ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർക്കും ഇദ്ദേഹം ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം അവരെ പോലെയുള്ള ആൾക്കാർക്ക് ആഘോഷമാണ്. നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. ഇതിന്റെ താഴെ തന്നെ വന്നേ, മരിച്ചു കിടക്കുന്നതിന്റെ മനുഷ്യന്റെ താഴെ വന്ന കമന്റ്സ്. എത്രയൊക്കെ പറഞ്ഞാലും നല്ലൊരു മനുഷ്യനായിരുന്നു. അയ്യോ, ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നതെല്ലാം ശരിയായിരിക്കാം. എന്തു തന്നെയായാലും അയാളുടെ ഭാര്യയ്ക്ക് അയാൾ ഒരു ഭർത്താവും മക്കൾക്ക് ഒരു അച്ഛനുമല്ലേ. ആ കുടുംബത്തിന് ഒരു ഭർത്താവിനെയും ഒരു അച്ഛനെയുമാണ് നഷ്ടമായത്. ആ നഷ്ടം അവർ സഹിക്കണ്ടേ? മിക്കവാറും എല്ലാ വക്കീലന്മാർക്കും തന്റെ മുന്നിൽ വരുന്ന കക്ഷിയെ എങ്ങനെ രക്ഷിക്കാമെന്ന ചിന്തയായിരിക്കും. തന്റെ ജോലിയുടെ ഭാഗം. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു ഗുരുതരമായ ക്രിമിനൽ കേസിൽ പെട്ടാൽ നമ്മൾ ആദ്യം അന്വേഷിക്കുക ആളൂരിനെ ആയിരിക്കാം. പണത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയോ മനുഷ്യത്വം ഇല്ലാതെ തെറ്റ് ചെയ്തില്ലെങ്കിലും അയാൾക്ക് അതിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് വേദന തന്നെയാണ്. അയാൾ എത്രക്കാരനായാലും മരണം വരുമൊരു നാളോർക്കുക മർത്യാ നീ കൂടെ. മയിൽ ഞാൻ തന്നെ പാടുന്നേ. അടുത്ത പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നതിലും കുഴപ്പമില്ല. കള്ളരേഖകളും അസത്യങ്ങളും പറഞ്ഞ് കൊടും ക്രിമിനലുകളെ സംരക്ഷിക്കുന്നത് നല്ലതായി തോന്നുന്നില്ല. ജോലിയോട് നീതി അഥവാ അങ്ങനെ പറയരുത്. ക്രിമിനൽ ലോയർ പിന്നെ എന്തോ ചെയ്യണ്ട, രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജോലി. പക്ഷേ അദ്ദേഹം വേറൊരു കാര്യം ഞാൻ കാണിക്കാം. അതാണ് എന്റെ പ്രശ്നം. ഇത് കണ്ടോ, എന്റെ മോളുടെ കേസിന്റെ സൗമ്യയുടെ കേസിന് വേണ്ടിയിട്ട് ആള് വാദിക്കാൻ വന്നു. ആള് വാദിച്ചു. കേസ് എല്ലാ രീതിയിലും പല വഴിയിൽ ഇതായിപ്പോയി. അന്ന് മുതൽ സുപ്രീം കോടതി ഈ കേസ് ഇതായി അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഞാൻ ആളോട് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ പരിപാടി തന്നെ, നിങ്ങൾക്ക് ഇങ്ങനൊരു മകളുണ്ടെങ്കിൽ, ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വേദന നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ പലവട്ടം പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഗോവിന്ദൻ ജാമി എന്ന് പറഞ്ഞ ആ വ്യക്തി മരിക്കാനും ഈ ആളൂരാൻ വക്കീല് ഒരാളുടെ കേസ് ബാധിക്കാതെ മരണം അയാളുടെയും ഞാൻ ആളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കാണിത്. ആ വാക്ക് ഇപ്പം ഞങ്ങൾക്ക് എൻ്റെ ചെവിയിൽ കേട്ടപ്പം എനിക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. കാരണം എൻ്റെ പല കാര്യങ്ങളും ഓർത്തിട്ടുള്ള സങ്കടങ്ങൾ അതെനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ പറയാണ്, ആളൂരാൻ ഇനിയൊരു ഇതുപോലെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിൽ ആളൂരാൻ വക്കീല്, പല ആൾക്കാരുടെ കാര്യത്തിലും ആളൂരാൻ വക്കീല് തല തിരിച്ചിട്ടല്ലാതെ കേസ് ബാധിച്ചിട്ടില്ല. അയാൾ കുറെ പണം ഉണ്ടാക്കി. ഇതെല്ലാം അയാളെ കൊണ്ടുപോയില്ലേ ഒന്നും. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം. അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ്. ഗോവിന്ദൻ ജാമിയുടെ മരണം അതും ഇതുപോലെ ഞാൻ എൻ്റെ ഈ ചാനലുകാർ പിടിച്ച പറഞ്ഞിട്ട് ഞാനത് അറിഞ്ഞിരിക്കും. ആ ഒരാൾക്കും ഇയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവരുത്. ആ ശല്യം ഇതോടുകൂടെ ഇങ്ങോട്ട് ഒഴിഞ്ഞു പോയി. ആളൂരാൻ വക്കീലെന്ന് പറഞ്ഞ ഈ ആള് ഒഴിഞ്ഞു പോയാല് ദൈവത്തോടടക്കം നന്ദി പറയണം ഞാൻ. ഇത് പാവം സൗമ്യ എന്ന് പറഞ്ഞ ആ മോളുടെ അമ്മയാണ്. എത്രയോ കാലമായി മരിച്ചിട്ട്. ഇപ്പോഴും ആ സ്ത്രീയുടെ മുഖം കണ്ടോ? ഇതാണ് ആളൂരെ നിങ്ങൾ ഉണ്ടാക്കിയ ശാപം. ഇതേപോലെ ഒരുപാട് മാതാപിതാക്കളുടെ ശാപം. ആ സ്ത്രീയുടെ മനസ്സിലൂടെ ചിന്തിക്കുന്ന ഒരുപാട് മലയാളികൾ നിങ്ങളെ കുറ്റം പറയുന്നു. എന്നാൽ നിങ്ങളുടെ ജോലിയെ റെസ്പെക്ട് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നിലപാടെന്തെന്ന് നോക്കാം.
സാറിന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, സാറിന്റെ മകൾക്കാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ, പ്രതി സാറിനോട് വന്ന് എനിക്ക് നീതി വേണം, എനിക്കിങ്ങനെ സംഭവിച്ചു പോയി, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സാർ ആരുടെ കൂടെ നിൽക്കും? മകളുടെ കൂടെയാണോ അതോ പ്രതിയുടെ കൂടെയാണോ? നോക്കൂ, ഈ ഒരു ചോദ്യം പല മാധ്യമപ്രവർത്തകരിൽ നിന്നും എന്നോട് ചോദിക്കുന്നതാണ്. എൻ്റെ കുടുംബത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ, എൻ്റെ കുടുംബം ഇത് സംഭവിച്ചതിന് ശേഷം അഡ്വക്കേറ്റ് ആളൂർ ഈ ഭാഗത്തേക്ക് കടന്നു പോകരുത് എന്ന് പറയുകയും പ്രതി എന്നെ സമീപിക്കുകയും ചെയ്താൽ ഞാൻ പ്രതിക്ക് വേണ്ടി ഹാജരാകും. എൻ്റെ കുടുംബക്കാർക്ക് എൻ്റെ കുടുംബത്തിൽ നടന്ന സംഭവത്തിൽ അഡ്വക്കേറ്റ് ആളൂർ ഒരിക്കലും നീതി നടപ്പാക്കണ്ട, മറിച്ച് എൻ്റെ കുടുംബത്തിൽ നടന്ന സാഹചര്യത്തിൽ എന്നോട് നീതി നടപ്പാക്കണമെന്ന് എൻ്റെ കുടുംബക്കാർ പറയുകയാണെങ്കിൽ പ്രതിയല്ല, പ്രതിയുടെ അപ്പൻ വന്നാലും ഞാൻ ആ കേസ് ഏറ്റെടുക്കില്ല. സാറിന്റെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചത്. നല്ല നീറ്റ് പയ്യനാണ്. എന്തായാലും എന്ത് ഞാൻ ഇതിനകത്തോട് പറയാൻ. അപ്പം എനിക്ക് തോന്നുന്നു റത്തൻ ടാറ്റയെ പോലൊരു മനുഷ്യൻ മരിച്ചപ്പം അതായിരിക്കാം ഈ ഇന്ത്യ മൊത്തം അല്ലെ ലോകം മൊത്തവും എന്താ പറയുക വളരെ സങ്കടത്തോടു കൂടി കണ്ടൊരു മരണം. അതുപോലെ തന്നെ ഇതായിരിക്കും കേരളത്തിലെ ആൾക്കാർ ഏറ്റവും സന്തോഷം കണ്ടെത്തിയ ഒരു മരണവും. പക്ഷെ മരണത്തിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തുവാ യു പ്രതിഭയുടെ മകനെ കഞ്ചാവ് കേസിൽ നിന്ന് ഒഴിവാക്കി എക്സൈസ്. ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. 3 മുതൽ 9 വരെയുള്ള പ്രതികൾക്കെതിരെ തെളിവില്ലെന്നാണ് കണ്ടെത്തൽ. കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. ഡിസംബർ 28-നാണ് ആലപ്പുഴ തകഴിയിൽ നിന്ന് യു പ്രതിഭ MLA മകൻ കനിവ് ഉൾപ്പെടെ 9 പേരെ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത്. കേസിൽ 9ാം പ്രതിയായിരുന്നു കനിവ്. കഞ്ചാവ് കൈവശം വെച്ചതിനും പൊതുസ്ഥലത്ത് കഞ്ചാവ് ഉപയോഗിച്ചതിനുമായിരുന്നു കേസ്. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളായതിനാൽ പ്രതികളെ ജാമ്യത്തിൽ വിട്ടു. മകനെതിരെ കേസെടുത്തത് വ്യാജ വാർത്ത എന്നായിരുന്നു യു പ്രതിഭ MLA സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. പിന്നാലെ FIR പുറത്തു വന്നത്. ഷൈൻ ടോം ചാക്കോയുടെ ബ്രദറിന്റെ ഒരു ഇന്റർവ്യൂവിൽ അയാള് വളരെ കോൺഫിഡന്റോട് പറഞ്ഞു, എന്താ, ഞാൻ റീഹാബിലിറ്റേഷനിലൊന്നും അല്ല പോയത്, ഞാൻ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് പോയത്. എന്നെ കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ നിന്നിട്ടുണ്ട് 2 ആഴ്ച മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് കൊണ്ടാക്കിയത് എന്നെ. അങ്ങനെ പറയാൻ എത്ര പേർക്ക് ധൈര്യം ഉണ്ടെന്ന് ഇവിടെ, ഇൻക്ലൂഡിങ് ഞാൻ. എന്നോട് തന്നെ ചോദിക്കാം, പറയാൻ പറ്റില്ല. നമുക്ക് പറഞ്ഞാൽ പെണ്ണ് കിട്ടൂല. മാനസികാരോഗ്യ വിദഗ്ധരെ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഷെയിമാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന, എസ്പെഷ്യലി കേരളത്തിലെ മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം കൈവേദനയോ കാലുവേദനയോ നടുവേദനയോ മുട്ടുവേദനയോ ഒന്നും അല്ല, മാനസിക പ്രശ്നങ്ങളാണ്. മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ടു എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ പിന്നെ അവന് പെണ്ണ് കൊടുക്കുമോ? പലപ്പോഴും നമ്മൾ മനസ്സിന്റെ അടിമയാണ്. സത്യം. നമ്മളെ കാല് വേദനിച്ച നമ്മൾ എവിടെ പോകും? ഡോക്ടറെ കാണാൻ പോകും. പറി വേദനിച്ച് എവിടെ പോകും? ഡോക്ടറെ കാണാൻ പോകും. കുണ്ട് വേദനിച്ച് എന്തോ ചെയ്യും? ഡോക്ടറെ കാണാൻ പോകും. മനസ്സ് വേദനിച്ച് എവിടെ പോകും? മനസ്സ് നൊന്താ എവിടെ പോകും? അത് നമ്മുടെയാ. മനസ്സെന്ന് പറയുമ്പോൾ അത് നമ്മുടെ വിഷമോ. മനസ്സ് വേദനിക്കുന്നതാണെന്ന് എവിടെയെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അതിന് മാനസിക ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെണ്ണ് കിട്ടുമോ? നമ്മൾ പിന്നെ ഭ്രാന്തനല്ലേ? കൈവേദന, കാലുവേദന, മുട്ടുവേദന എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് മനസ്സിന്റെ വേദന. അതിന് കാണേണ്ട ആൾക്കാരെ പോയി കാണണം. ഇതിപ്പോ ഞാനിവിടെ ഇട്ടതിന്റെ കാര്യം എന്തുവാ? ഇപ്പൊ വേടനെ പൊക്കിയ റിപ്പോർട്ടർ ചാനൽ കേട്ടോ, അവന്റെ വീട്ടിൽ പോയിട്ട് തൊലിച്ചോണ്ടിരിക്കുക. എന്തായാലും മാന്യമായിട്ടാണ് അവന്റെ മറുപടി. ഇപ്പൊ വന്നതിന് ശേഷം വേടൻ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇടുന്നില്ല. മദ്യപാനം, പുകവലിയൊക്കെ തെറ്റാണ്, അത് തിരുത്താൻ ശ്രമിക്കാം. അത്രത്തോളം കിടില ഒരു മറുപടി വരാനില്ല. തിരുത്താൻ ശ്രമിക്കേണ്ടവർ തിരുത്തട്ടെ, വലിക്കാൻ ശ്രമിക്കുന്നവർ വലിക്കട്ടെ. ദിവസമാണെങ്കിൽ തന്നെ അമ്മയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ കണ്ടായിരുന്നോ? കഴിച്ചപ്പം അത് അമ്മയുടെ ഇഷ്ടം. ഞാൻ അങ്ങനത്തെ കാര്യം സൈഡിലോട്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അതുപോലെ അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് അമ്മയുടെ ഇഷ്ടം, അതിലൊരു അഭിപ്രായമില്ല. അമ്മയ്ക്ക് അമ്മയായിട്ടൊരു ലൈഫ് ഉണ്ടല്ലോ, അത്രയല്ലേ ആയുള്ളൂ. അച്ഛനുള്ളതിന്റെ അത്രയും വരില്ല എന്നുള്ളൊരു കാര്യം എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ അച്ഛനുള്ളതിന്റെ അത്രയും വരില്ല എന്നുള്ളൊരു കാര്യം എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛനാകത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അത് അമ്മയുടെ ഇഷ്ടം. അപ്പൊ അങ്ങനെ നടന്നു പോകണമെങ്കിൽ അങ്ങനെ നടന്നു പോട്ടെ. അല്ലേ, നല്ലടാ മോനെ, നീയാണ് യഥാർത്ഥ മകൻ. അതിലിപ്പോ എന്താണ്?
ആ സ്ത്രീക്ക് കല്യാണം കഴിക്കണ്ടേ, ആ സ്ത്രീക്ക് ജീവിക്കണ്ടേ. അവൻ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അവന്റെ അച്ഛനൊരിക്കലും മറ്റൊരാൾക്ക് ആവാൻ പറ്റത്തില്ല. ആ വ്യക്തിത്വം അവനുണ്ട്. പക്ഷെ അവന്റെ അമ്മയുടെ സ്വാതന്ത്ര്യത്തെ അവൻ മനസ്സിലാക്കി അവൻ അന്തസ്സായിട്ട് നിൽക്കുന്നു. ആ കൊച്ചിറങ്ങനെ പിടിച്ച് ഇന്റർവ്യൂവിൽ ഇരുത്തി കുണ്ണ ചോദ്യം ചോദിക്കുന്നു. ഇവിടെയൊക്കെ എന്തോ പറയണ്ട വേടൻ ഉയർത്തിപ്പിടിക്കുന്ന കറുപ്പിന്റെ രാഷ്ട്രീയത്തിനൊപ്പമാണ് ഞാൻ ലഹരി, അത് ആര് ഉപയോഗിച്ചാലും തെറ്റ്. ഡോക്ടർ ഗീവർഗീസ് മാർക്കുറിലോസ്. ഞാൻ വേടൻ വിഷയത്തിൽ എൻ്റെ നിലപാട് ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയതുപോലെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ കൂടിയും കലയിൽ കൂടിയും അദ്ദേഹം എല്ലാ കാലത്തും ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന കറുപ്പിൻ്റെ രാഷ്ട്രീയത്തോട് ഒപ്പം നിൽക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനും ബേസിക്കലി ഒരു അംബേദ്കറൈറ്റാണ്. അതാണ് എൻ്റെയും പോളിറ്റിക്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏകീഭവിക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ധാരയാണ് വേടൻ മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ കലയിൽ കൂടി. രാജ്യത്താകമാനം ഡോക്ടർ അംബേദ്കറും കേരളത്തിൽ മഹാത്മാ അയ്യങ്കാളിയും ഒക്കെ മുന്നോട്ട് വെച്ച ഒരു വലിയ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയമാണ് വേടൻ തൻ്റെ കലയിൽ കൂടി പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാലത്തും അതിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ആശയപരമായി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനത് പ്രോത്സാഹിപ്പിക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഗംഭീരം. തൻ്റെ അഭിപ്രായം വന്ന് വ്യക്തമായി പറയാൻ കാണിച്ച ധൈര്യത്തിന് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. അപ്പം കേരള ജനക്കൂട്ടം വിക്കി ടെക് പവേർഡ് ബൈ രമാ വേണു. നമസ്കാരം. നിർത്താൻ പോവാ, വേറൊന്നുമല്ല. ഒരാൾ മരിച്ച ദിവസം തന്നെ വന്ന് പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അഡ്വക്കേറ്റ് അളൂർ, നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനാണ്, നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങളെ ചുറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ മരണത്തിൽ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സങ്കടം വന്നെന്ന് വരാം, വിഷമം വന്നെന്ന് വരാം. പക്ഷെ അത് ജനങ്ങളുടെ ഇമോഷനായിട്ട് നിങ്ങൾ കാണണ്ട. അദ്ദേഹം വാദിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾക്കെതിരെയുള്ളൊരു എന്താ പറയുക വിദ്വേഷമായിട്ട് നിങ്ങൾ കാണുക. അഡ്വക്കേറ്റ് നാക്കും വരുന്നില്ല, അളൂർ മരിച്ചു കഴിഞ്ഞു പോയി തീർന്നു. കേരള ജനക്കൂട്ടം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കേരള വലിയ പ്രശ്നങ്ങൾ കാണും.